മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിയമപാഠത്തിൽ നമ്മളിന്ന് പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ആക്രമണകാരിയെ തടയുന്നതിൻ്റെ ഭാഗമായി അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മറ്റേയാളെ ശിക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള വിഷയമാണ് നമ്മളിപ്പോൾ ഗൗരവത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മരണം ഉണ്ടാകുമെന്ന് ഒരു ഭയം ഉണ്ടാകുന്ന ആക്രമണത്തെ തടയുന്നതിന് വേണ്ടി ആത്മരക്ഷാവകാശത്തെ പ്രയോഗിക്കുമ്പോൾ ആ രക്ഷകൻ നിരപരാധിയായ ഒരു വ്യക്തിക്ക് ദ്രോഹമുണ്ടാക്കിയാൽ രക്ഷകനെ ശിക്ഷിക്കാൻ കഴിയുമോ? 106 ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, വിശദമാക്കുന്നത്. ഒരാൾ നമ്മളെ ദേഹോപദ്രവം ഏൽപ്പിച്ചേക്കുമെന്ന് ന്യായയുക്തമായ രീതിയിൽ ഭയമുണ്ടായാൽ ആ ആക്രമണത്തെ നമുക്ക് തടയാൻ അവകാശമുണ്ട്. എന്നാൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു പോകുന്ന ഒരാളുടെ പുറകെ ഓടിച്ചെന്ന് പകരം വീട്ടുന്നത് ഈ അവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. നമ്മളെ തല്ലുവാൻ ഒരാൾ വന്നാൽ നമുക്ക് അയാളെ തടയാം. എന്നാൽ നമ്മളെ തല്ലിയിട്ട് തിരിച്ചു പോകുന്ന ഒരാളെ പിന്നാലെ പോയി തല്ലുവാൻ നമുക്ക് ആത്മരക്ഷാവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അവിടെയാണ് ഇതും പ്രതിരോധവും ആക്രമണവും തമ്മിലുള്ള സാങ്കേതികമായ വ്യത്യാസം കൃത്യമായി ബോധ്യപ്പെടുന്ന ഭാഗം. ഇത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നിടത്താണ് ആത്മരക്ഷാവകാശത്തെ നാം ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്നത്. ഏതെങ്കിലും വസ്തുക്കളെ നമ്മൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആത്മരക്ഷാവകാശം ഉപയോഗിക്കുന്നു. അതിൻ്റെ പരിധി എങ്ങനെയാണ്? മോഷണക്കാര്യത്തിൽ കള്ളൻ മോഷണ വസ്തുവുമായി തിരികെ പോകുന്നത് വരെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും അധികാരിയുടെ സഹായം ലഭിക്കുന്നത് വരെയോ നമുക്ക് കള്ളനെ തടയാം. അങ്ങനെ കള്ളനെ തടയുന്നത് കൊണ്ട് കള്ളൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമ്മൾ കുറ്റവാളികളാകുന്നില്ല. എന്നാൽ മോഷണ വസ്തു പെട്ടെന്ന് തിരികെ ലഭിച്ചാൽ ഈ അവകാശം വിനിയോഗിക്കുവാൻ പാടില്ല. കള്ളൻ മോഷണ വസ്തുക്കളെല്ലാം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ വെറുതെ വിടണമെന്ന് അപേക്ഷിച്ചാൽ അവനെ പിന്നെ തല്ലുവാനോ ഉപദ്രവിക്കുവാനോ ആത്മരക്ഷാവകാശം നമുക്ക് അനുവാദം നൽകുന്നില്ല. കവർച്ച നടക്കുകയാണെങ്കിൽ മരണമോ ദേഹോപദ്രവമോ അന്യായമായ തടങ്കലോ ഉണ്ടാകണമെന്നുള്ള ന്യായമായ ഭയം ഉണ്ടാകുകയും ചെയ്യുന്നിടത്തോളം കാലം മാത്രമേ ഇത് വിനിയോഗിക്കുവാൻ പാടുള്ളൂ. വസ്തു കയ്യേറ്റമോ വസ്തുവിൽ നാശകൃത്യങ്ങളോ ഉണ്ടാക്കുന്ന ഒരു ആക്രമണകാരിയെ പിന്തിരിപ്പിക്കുന്നത് അയാൾ ആ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമായിരിക്കണം. അയാൾ ആ കൃത്യം ചെയ്തിട്ട് അയാൾ മടങ്ങിപ്പോയതിനു ശേഷം അതൊരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. ഭവനഭേദനമാണെങ്കിൽ അക്രമി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വരെ മാത്രമേ ആത്മരക്ഷാവകാശം വിനിയോഗിക്കുവാൻ പാടുള്ളൂ. ആത്മരക്ഷാവകാശം എന്ന് പറയുന്നത് ഒരു പകവീട്ടലല്ല, മറിച്ച് ശരീരത്തിനും വസ്തുവകകൾക്കും നേരിട്ടേക്കാവുന്ന അപകടകരമായ ആക്രമണങ്ങൾ ഒഴിവാക്കി അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമം അനുവദിച്ചു തന്നിട്ടുള്ള ഒരു പ്രതിരോധ നടപടി മാത്രമാണ്. ഇനി നമുക്ക് രാമൻകുട്ടി മാഷിലേക്ക് മടങ്ങിപ്പോകാം. സാധുവായ രാമൻകുട്ടി മാഷ് തൻ്റെ ടോർച്ച് കൊണ്ട് ഒരാളുടെ പിൻകഴുത്തിലടിക്കുകയും അയാൾ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അടികൊണ്ട് കൊല ചെയ്യപ്പെട്ടയാൾ മോഷണം നടത്താൻ വേണ്ടി തന്നെ വീട്ടിൽ കയറിയയാളാണ്. മോഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തെ രാമൻകുട്ടി മാഷ് തല്ലിയത്. അപ്പോൾ ആത്മരക്ഷാവകാശത്തിൻ്റെ കീഴിൽ രാമൻകുട്ടി മാഷ് വരികയും രാമൻകുട്ടി മാഷിന് യാതൊരു തരത്തിലുള്ള ശിക്ഷണ നടപടികൾ ഉണ്ടാകാതെ പോകുന്നതുമാണ്. നിയമം നമുക്ക് നിരവധി ആനുകൂല്യങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. പലപ്പോഴും അത്തരം നിയമങ്ങളുടെ ആനുകൂല്യങ്ങളെ നമ്മൾ ദുരുപയോഗപ്പെടുത്തുന്ന വർത്തമാനകാലത്താണ് നാം ജീവിക്കുന്നത്. നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം നിയമം നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്തയോടുകൂടി, പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണെന്നുള്ള ചിന്തയോടുകൂടി അതിനെ പോസിറ്റീവായി സമീപിക്കേണ്ട സമീപനത്തിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. നിയമസാക്ഷരത നമുക്ക് വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിയമപാഠം. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. നിങ്ങളിതുവരെ കേട്ടത് നിയമപാഠം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബെക്സൻ ഏലിയാസ്.